പത്തനംതിട്ട കോട്ടാങ്ങൽ സ്വദേശി ടിഞ്ചുവിനെ ബലാത്സംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. കോട്ടാങ്ങൽ സ്വദേശി നസീറിനെയാണ് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2019 ഡിസംബർ 15-ന് ആയിരുന്നു ടിഞ്ചു കൊല്ലപ്പെട്ടത്. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രവീൺ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. ശിക്ഷാവിധി എങ്ങനെയൊക്കെയാണ്? കഴിഞ്ഞ ദിവസം തന്നെ ഈ വിവാദമായിട്ടുള്ള കേസിൽ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ പ്രതി നസീറിന് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഏറെ ക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടന്നത്. ആ വീട്ടിൽ 26-കാരിയായിട്ടുള്ള യുവതി ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് കൃത്യം നടന്ന ദിവസം. ആ സമയം തടിക്കച്ചവടക്കാരനായിരുന്ന നസീർ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇതിനിടെ കട്ടിലിൻ്റെ പടിയിൽ ഇടിച്ച് യുവതിയുടെ ബോധം നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഈ ക്രൂരമായിട്ടുള്ള ബലാത്സംഗം നടന്നത്. അതിനുശേഷം കൈലിയിൽ ആ മുറിക്കകത്ത് കെട്ടിത്തൂക്കിയാണ് ഈ യുവതിയെ കൊന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഈ യുവതി താമസിച്ചിരുന്ന വീട്ടിലെ, അതായത് യുവതിയുടെ ആൺസുഹൃത്തായിട്ടിരുന്ന ടിജോയുടെ പേരിലാണ് ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്തത്. ടിജോയെ ലോക്കൽ പോലീസ് പിടികൂടുകയും പിന്നീട് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു. അതായത് ടിജോയാണ് ഈ യുവതിയെ കൊന്നത് എന്ന രീതിയിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം പോയി. പിന്നീട് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയും വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് നസീറിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ആദ്യം ഈ നസീർ സാക്ഷികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ സംശയം തോന്നുകയും നസീറിലേക്ക് കൂടുതൽ അന്വേഷണം വായിപ്പിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ നസീർ ഈ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ശാസ്ത്രീയ തെളിവുകൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തി. അതായത് യുവതിയുടെ നഖത്തിനടിയിൽ നിന്നും കണ്ടെത്തിയ തൊലി അത് നസീറിൻ്റെതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതാണ് ഏറ്റവും നിർണായകമായത്. മറ്റൊന്ന് കെട്ടിത്തൂക്കിയ രീതിയായിരുന്നു. സാധാരണ തടിക്കച്ചവടക്കാർ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കെട്ടാണ് ഈ യുവതിയെ തൂക്കിക്കൊള്ളുന്നതിന് ഉപയോഗിച്ചിരുന്നത്. ഈ പ്രതിയായിട്ടുള്ള നസീർ തടിപ്പണിക്കാരനായിരുന്നു. അങ്ങനെ ഒരു സംശയം കൂടി അന്വേഷണ സംഘത്തിനുണ്ടായി. പിന്നീട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ഏതായാലും ഇപ്പോൾ പത്തനംതിട്ട കോടതിയിൽ നിന്നും ഈ ഒരു കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബലാത്സംഗത്തിന് 10 വർഷം തടവും കോടതി വിധിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷം കൂടി തടവ് ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ ഒരു കേസ് വഴി തിരിച്ചുവിടുന്നതിനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ യുവതിയുടെ ടിഞ്ചു കൊലക്കേസിലാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. കോട്ടാങ്ങൽ സ്വദേശി നസീറിനെയാണ് പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വിശദാംശങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്.